ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. ഭരണ പ്രതിപക്ഷ വാഗ്വാദത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 12 മണിവരെ നിർത്തിവച്ച സഭാ നടപടികൾ പിന്നീട് പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ലോക്സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുന്നതിൽ സ്പീക്കർ ഓം ബിർള അതൃപ്തി പ്രകടിപ്പിച്ചു. അതേസമയം രാജ്യസഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെതിരെ പക്ഷപാതപരമായ സമീപനം പുലർത്തുന്നതായി ആരോപിച്ച് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. 7ാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഫൈനൽ റൌണ്ടിന് നാളെ തുടക്കം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന ഹാക്കത്തോണിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. കേരളത്തിൽ നിന്നും ഹാക്കത്തോണിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് അമൽ ജ്യോതി. ദുരന്തപൂർവ്വ പുനർനിർമ്മാണത്തിന് ആവശ്യമായ വിഭവങ്ങൾ സംസ്ഥാനത്തിന് മാത്രമായി കണ്ടെത്താൻ കഴിയുന്നതല്ലെന്ന് 16ാം ധനകാര്യ കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ പ്രശ്നത്തിൽ സംസ്ഥാനത്തിന് സാമ്പത്തിക സഹായത്തിനുള്ള ശുപാർശ ധനകാര്യ കമ്മീഷൻ നടത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. UDF തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ധനകാര്യ കമ്മീഷന്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് നെയ്യാറ്റിൻകര, മല്ലപ്പള്ളി, വടകര, ചങ്ങനാശ്ശേരി, തലശ്ശേരി എന്നിവിടങ്ങളിൽ ഇന്ന് നടന്നു. മല്ലപ്പള്ളിയിലെ അദാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. വൈക്കത്ത് നടന്ന അദാലത്ത് മന്ത്രി VN വാസവനും തലശ്ശേരിയിലെ അദാലത്ത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഉദ്ഘാടനം ചെയ്തു. സംരംഭക വർഷം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളം മുഴുവൻ സംരംഭക സഭകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിർവഹിക്കും. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതിരഞ്ഞെടുപ്പ് നടന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലായിരുന്നു ഉപതിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ നാളെ നടക്കും. തിരുവനന്തപുരം മുതലപ്പുഴി ഫിഷിംഗ് ഹാർബറിന്റെ വികസനത്തിന് 177 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് അടൂർ പ്രകാശ് MPയുടെ ചോദ്യത്തിന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ലോക്സഭയിൽ മറുപടി നൽകി. ഇതിൽ 106.20 കോടി രൂപ കേന്ദ്ര വിഹിതവും 70.80 കോടി രൂപ സംസ്ഥാന വിഹിതവുമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഇക്വാളിറ്റി ആരംഭിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. കാലടി സർവകലാശാല കേന്ദ്രീകരിച്ചാണ് മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ ഹാളിൽ സംഘടിപ്പിച്ച മാതൃകാ വനിതാ നിയമസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിന്യസിക്കുന്ന മൊബൈൽ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെ ഫ്ളാഗ് ഓഫ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതിനാണ് ഈ പ്ലാന്റുകൾ ഉപയോഗിക്കുക. ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് പാർക്കിംഗ് സൌകര്യം വിപുലമാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പമ്പയിൽ 1200 ചെറുവാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള അധിക സൌകര്യം കൂടി ഒരുക്കിയതായും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡടച്ച് CPM സമ്മേളനം നടത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഹൈക്കോടതി. ഗതാഗതം തടസ്സപ്പെടുത്തി സമ്മേളനങ്ങൾ നടത്തരുതെന്ന കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായ നടപടിയാണ് ഇതെന്ന് ഹൈക്കോടതി വിമർശിച്ചു. സംഭവത്തിൽ എന്ത് നടപടി സ്വീകരിച്ചെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ നേരിട്ട് ഹാജരായി വിശദീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി നാളെ. ഏകാദശിക്കായുള്ള മുന്നൊരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയായി. ചാവക്കാട് താലൂക്ക് പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ഈ മാസം 14-ന് ശാന്തിഗീതം കരോൾ സന്ധ്യ സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം YMCA ഹാളിൽ നടക്കുന്ന സംഗീത വിരുന്നിൽ പ്രമുഖ ഗായക സംഘങ്ങൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരത്ത് ഈ മാസം 12, 13 തീയതികളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം കൊയ്ത്തൂർ കോണത്തെ വയോധികയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. പോക്സോ അടക്കമുള്ള കേസുകളിൽ പ്രതിയായ പോത്തൻകോട് സ്വദേശി തൌഫീഖാണ് അറസ്റ്റിലായത്. ഇയാളുടെ പക്കൽ നിന്ന് വയോധികയുടെ കമ്മൽ പോലീസ് കണ്ടെത്തി. പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. 2ാമത് കണ്ണൂർ സർവകലാശാല സാഹിത്യോത്സവം നാളെ ആരംഭിക്കും. ക്രോസ് വേർഡ് അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ ചാരു നിവേദിത സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ പിലാത്തറ, കോക്കോട്, മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന് നാളെ തുടക്കമാകും. 15 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യും. മേളയുടെ ഡെലിഗേറ്റ് സെൽ ഉദ്ഘാടനവും പാസ് വിതരണവും ഇന്ന് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.